അങ്ങനെ RSSനെതിരെ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് പറയാൻ സാധിക്കുന്നവരെ, RSSനെതിരെ നിലനിൽക്കാൻ സാധിക്കുന്നവരെ, ഈ രാജ്യത്ത് നീതി മരിക്കരുത് എന്ന് ആഗ്രഹിക്കുന്നവരെ, ഈ രാജ്യത്തിന്റെ ഭരണഘടന നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ വിളിക്കുന്ന പേരായി SDPI എന്ന് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് SDPI എന്നത് ഒരു പാർട്ടി എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ രാജ്യത്തിന്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട, ഈ രാജ്യത്തിന്റെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ചിന്തകളുടെ പേരുകൂടിയാണ് SDPI എന്നുള്ളത്. അതുകൊണ്ട് SDPIയുടെ കൂടെ നിൽക്കുക എന്നുള്ളത്, SDPIയുടെ കൂടെ അവരുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുക എന്നുള്ളത്, ഇങ്ങനെയൊക്കെ വേട്ടയാടിയാലും അവർക്ക് ജനപിന്തുണ വർദ്ധിച്ചു കൊണ്ടേയിരിക്കുന്നു എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത് ഈ രാജ്യത്ത് സ്നേഹിക്കുന്നവരുടെ പ്രഥമ ബാധ്യതയാണ് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഈ രാജ്യത്ത് സ്നേഹിക്കുന്ന, ഭരണഘടന നിലനിന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും മതമുള്ളവനും മതമില്ലാത്തവനും എല്ലാവരും ഒരേപോലെ ജീവിക്കുന്ന ഒരു സാഹചര്യം ഈ രാജ്യത്തുണ്ടാകണമെന്ന് SDPI ആഗ്രഹിക്കുന്നത്. ഈ രാജ്യത്ത് ഒരു പൗരനും SIR നടപ്പിലാക്കി കഴിഞ്ഞാൽ വോട്ടില്ലാത്തവനായി ഈ രാജ്യത്തിന്റെ പൗരനല്ലാതായിട്ട് മാറരുത്. അങ്ങനെ മാറിയാൽ നിങ്ങൾ എന്താണ് ചെയ്യുക എന്നാണ് പലരും ചോദിക്കുന്നത്. ഞങ്ങളുടെ കഴിഞ്ഞ 17 വർഷത്തെ അനുഭവങ്ങളുണ്ട് ഈ രാജ്യത്തിന്റെ തെരുവുകളിൽ തെളിവായിട്ട്. RSSന്റെ മുന്നിൽ മുട്ടുമടക്കാത്ത, സംഘപരിവാറിന്റെ കേന്ദ്ര ഭരണകൂടത്തിന്റെ മുന്നിൽ മുട്ടുമടക്കാത്ത ഞങ്ങളുടെ ജീവിതമുണ്ട്. 17 വർഷമായി ഞങ്ങളുടെ പ്രവർത്തകർ ജീവിച്ചു തീർത്ത ജീവിതം, അതിന് ഞങ്ങളുടെ നേതാക്കന്മാരുടെ അവരുടെ ജീവിതത്തിൽ നിന്ന് അവരെ അപഹരിച്ചെടുത്തിട്ടാണ് ജയിലിൽ കൊണ്ടുപോയി തള്ളിയിട്ടുള്ളത്. ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി പ്രിയപ്പെട്ട കേശാൻ ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ ഒരുപാട് പ്രവർത്തകർ അവരുടെ ജീവൻ ഹോമിച്ചിട്ടുള്ളത്. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഞങ്ങളുടെ സഹോദരിമാരുടെ ഭർത്താക്കന്മാരില്ലാതായിട്ടുള്ളത്, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മമാർക്ക് മക്കളില്ലാതായിട്ടുള്ളത്, ഞങ്ങളുടെ ബാപ്പമാർക്ക്, ഞങ്ങളുടെ പിതാക്കന്മാർക്ക് മക്കളില്ലാതായിട്ടുള്ളത്. അങ്ങനെ സംഘപരിവാറിനെ ഭയക്കാതെ ജീവനാണോ കൊടുക്കേണ്ടത്, ജീവൻ കൊടുത്തും ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ഒരു മതേതര ഭൂമികയിൽ ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി ഞങ്ങൾ നിലകൊണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് അതിന് ഞങ്ങൾക്ക് പറയാനുള്ള മറുപടി. ഞങ്ങളെ ഇങ്ങനെ വേട്ടയാടിയിട്ടും ഒരടി പോലും പിറകോട്ട് ഞങ്ങൾ പോയിട്ടില്ല എന്ന് മാത്രമല്ല, തല ഉയർത്തി നിൽക്കുക എന്നുള്ളത് തന്നെ അതിജീവനത്തിന്റെ ഒരു വലിയ പടിയാണ്. പക്ഷേ ഞങ്ങൾ അങ്ങനെ നിവർന്നു നിൽക്കുക മാത്രമല്ല, സധൈര്യം മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് വളരെ കൃത്യമായി ഉറപ്പായി ഞങ്ങൾ പറയുന്നു, SIRന്റെ പേരിൽ ആരെങ്കിലും ഈ രാജ്യത്ത് പൗരത്വം നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ, പണ്ട് ഗാന്ധി പറഞ്ഞിട്ടുണ്ടല്ലോ, ഡു ഓർ ഡൈ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ഇത്രയേ ഉള്ളൂ. അതിന് വേറെ വ്യാഖ്യാനങ്ങളൊന്നും ഞങ്ങൾ പറയണില്ല. അവർ ഇന്ത്യൻ പൗരനായി അംഗീകരിക്കുന്നത് വരെ ഞങ്ങൾ പ്രവർത്തിക്കും. അതല്ല, അവരെ ഇന്ത്യൻ പൗരൻ അംഗീകരിക്കാത്ത ഘട്ടം വന്നാൽ ആ ഇന്ത്യൻ പൗരനായി അംഗീകരിച്ച് കിട്ടുന്നതിന് വേണ്ടി ഞങ്ങൾ അങ്ങോട്ട് മരിക്കാൻ തീരുമാനിക്കും. അതിൽ നിന്ന് തടയാനൊന്നും നിങ്ങൾക്ക് സാധ്യമല്ല. ഇവിടെ RSS BJP ഗവൺമെന്റ് ഇനിയും അധികാരത്തിൽ വന്നാൽ 10-30 കോടി ജനങ്ങളെ അങ്ങോട്ട് ജയിലിൽ അടച്ച് അവരൊക്കെ